നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏട്ടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. സുന്ദരിമേടാ വിളിക്കുന്നേ. ഓഫീസിലേക്കല്ലേ പോകുന്നത്, അതിനിടയിൽ എന്താ ഇത്ര അത്യാവശ്യം? എന്റെ പൊന്നേട്ടാ, ഒന്ന് നിർത്ത്. എന്തെങ്കിലും കാര്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ മാഡം വിളിക്കുന്നേ. ഓ, ഓരോരോ മെനക്കെട്ട പരിപാടികൾ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് ലത. ലത ഓഫീസിലെത്തിയോ? ഇല്ല മാഡം, ഒരല്പം ലേറ്റായി. ഇപ്പൊ എത്തി ഞാൻ. മാഡം ഓഫീസിലുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ലത എങ്ങ എത്താറായില്ലേ? എത്താറായെന്ന് ചോദിച്ചാ ഇല്ല, ഒരു 10 മിനിറ്റ് എടുക്കും. മാഡത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന ആ വഴിയില്ലേ, അവിടെ എത്തി. അവിടെ എത്തിയതേ ഉള്ളോ? എങ്കിൽ ഒരു സഹായം ചെയ്യുമോ ലത? എന്താ മാഡം? മാഡം പറ. ഞാൻ ലതയോട് പറഞ്ഞില്ലായിരുന്നോ വീട്ടിലെ കൃഷ്ണമാമയൊക്കെ വന്നിട്ടുണ്ടെന്ന്? അതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ ഒരു അല്പം വൈകും. ലത ഇതുവഴി വരുന്നെങ്കിൽ ഒരു ഫയല് തന്നു വിടായിരുന്നു. അതൊന്ന് ചീഫ് ഓഫീസിലേക്ക് മെയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും ഞാനങ്ങ് എത്തിക്കൊള്ളാം. അതിനെന്താ മാഡം, ഒരു 5 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞങ്ങൾ മാഡത്തിന്റെ വീട്ടിലേക്ക് വരാം. എങ്കിൽ ഇതുവഴി വാ, എനിക്കൊരു സഹായം ആവും. ഓക്കെ മാഡം, ഞാൻ ഇപ്പൊ എത്താം. ഏട്ടാ, വേഗം വണ്ടി എടുക്ക. മാഡത്തിന്റെ വീട്ടിലേക്കൊന്ന് പോണം, എന്നിട്ടേ ഓഫീസിലേക്ക് പോകാൻ പറ്റൂ. അവിടെ ചെന്നിട്ടൊരു ഫയല് വാങ്ങണം. എന്താലോചിച്ച് നിക്കുവാ? വണ്ടി എടുക്കേട്ടാ. അല്ല, നമ്മളിപ്പോ എന്തിനാ സുന്ദരി മാഡത്തിന്റെ വീട്ടിലേക്ക് പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ, മാഡത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ഫയൽ കൂടി വാങ്ങിയിട്ട് ഓഫീസിലേക്ക് പോണം. അത്യാവശ്യമായിട്ട് മെയിൽ ചെയ്യാനുള്ളത് അത്. അല്ല, ഞാൻ അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, നിനക്ക് ജോലി കളക്ടറുടെ ഓഫീസിലാണോ അതോ കളക്ടറുടെ വീട്ടിലാണോ? എന്തിനേട്ടാ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെട്ടതല്ല, കാര്യം പറഞ്ഞതാ. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സ്ഥിരം പണിയാ കീഴുദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ വീട്ടുജോലികൾ ചെയ്യിക്കാന്നുള്ളത്. അങ്ങനെയുള്ള അധികാരമൊന്നും ഒരു ഉദ്യോഗസ്ഥർക്കും ഇല്ല. ഏട്ടനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സുന്ദരി മാഡം ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഫീഷ്യൽ കാര്യം തന്നെയായിരിക്കും. ഒരു സ്റ്റാഫിനെയും മാഡം പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. അത് ആദ്യം മനസ്സിലാക്ക്. അല്ല, എന്നാലും ഇതിപ്പോ വീട്ടിൽ ചെന്ന് ഫയല് വാങ്ങിച്ചോണ്ട് വരാന്നൊക്കെ പറഞ്ഞ അത് ഏത്? അതല്ലല്ലതാ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാ. ഏട്ടനൊന്നും പറയണ്ട. ഇത് മാഡത്തിന്റെ പേഴ്സണൽ കാര്യമല്ല, ഓഫീസ് കാര്യ. എന്റെ മേലുദ്യോഗസ്ഥ പറഞ്ഞ എനിക്ക് അനുസരിച്ചേ പറ്റൂ. എന്നെ മാഡത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാം. ഏയ് നിക്ക്, അതൊന്നും വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോവാം. ആ, അങ്ങനെ വഴിക്ക് വാ കള്ളൻ. വണ്ടി എടുക്ക. എന്നെ കണ്ട ഉറപ്പായും കൃഷ്ണൻ ചേട്ടനാണെന്ന് സുന്ദരി മേഡം വിചാരിക്കും. അതോടുകൂടി എന്റെ എല്ലാ കള്ളങ്ങളും പൊളിയും. ചാമുണ്ടേശ്വരി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. എന്താലോചിരിക്കേട്ടാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. ആ, പോവാം, കേറ്. സത്യം പറഞ്ഞ അതുകൊണ്ടാ വീട്ടിൽ നിന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ പറ്റാത്തത്. ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പ് അടുത്തത് വന്നോണ്ടിരിക്കല്ലേ. സ്കൂളിൽ പഠിക്കാൻ പോകേണ്ട കുട്ടി അവിടെ കുളിക്കുന്നേ ഉള്ളൂ.
അപ്പോഴേക്കും കളക്ടർ കുട്ടി ഓഫീസിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞു. അല്ലേട്ടാ, ഒരു കളക്ടറേറ്റിലെ ഏറ്റവും വലിയ പോസ്റ്റല്ലേ കളക്ടർ. അപ്പോ അവരല്പം വൈകി ചെന്നു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല ദേവിയമ്മ, ഞാൻ നന്നായാലല്ലേ എന്റെ കീഴിലുള്ള സ്റ്റാഫുകളും നന്നാവൂ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൃഷ്ണമാമയെ അനുസരിക്കുന്നത് എന്തുകൊണ്ടാ? കൃഷ്ണമാമ തെറ്റേയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ? കളക്ടറുടെ ബുദ്ധിയാ. കൃഷ്ണമാമയെ പുകഴ്ത്തി പറഞ്ഞ അതോടെ ആ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ. പുകഴ്ത്തി പറഞ്ഞൊന്നും അല്ല സുന്ദരി, ഒരു സത്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും നിങ്ങൾ കൃഷ്ണമാമയും മോളും ഒറ്റക്കെട്ടാണല്ലോ. ദേ സുന്ദരി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ മോളെ കുളിപ്പിച്ചാലേ അതിന്റെ കൂടെ ഞാനും കുളിക്കേണ്ട ഗതികേടായി എനിക്ക്. മര്യാദയ്ക്ക് നാളെ മുതൽ കൊച്ചിനെ കുളിപ്പിച്ചിട്ട് നീ പോയാ മതി. ചിരിക്കല്ലേ ചിരിക്കല്ലേ, ഞാനും കൂടി ചെല്ലട്ടെ. എടി സുന്ദരി മോളെ, എനിക്കൊരാഗ്രഹം. എന്താ കൃഷ്ണമാമ? മോളുടെ ഓഫീസില്, മോളുടെ ക്യാബിനില്, ആ കളക്ടറുടെ കസേരയില് പൂർണ്ണ അധികാരത്തോടെ കളക്ടറായിട്ട് മോൾ ഇരിക്കുന്നത് എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്നോ? എന്തിനാ അങ്ങനെ ചോദിക്കുന്നേ? ആ കസേര എനിക്ക് കിട്ടാൻ കാരണം തന്നെ കൃഷ്ണമാമയല്ലേ? ഇതൊരു ആഗ്രഹമല്ലല്ലോ, അവകാശമല്ലേ? ഇന്ന് തന്നെ കൃഷ്ണമാമ എന്റെ കൂടെ വാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. ഇന്നോ? എങ്കിൽ പിന്നെ പോയാലോ? ഉറപ്പായും പോവാം. എന്റെ ഓഫീസിൽ ഒരു സ്റ്റാഫ് ഉണ്ട് ലത. ആ ലത ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ലത വന്ന ഉടനെ നമുക്ക് ഇറങ്ങാം. അതെന്തിനാ ലത ഇങ്ങോട്ട് വരുന്നേ? നമ്മുടെ കൂടെ വരാനാണോ? ഹേയ് അല്ല, ഞാൻ വൈകുമെന്ന് കരുതിയിട്ട് ഒരു ഫയല് കൊടുത്തുവിടാൻ വേണ്ടി വിളിച്ചതാ. ഓ, അവരിപ്പൊ ഇങ്ങെത്തും. അവരെന്ന് പറഞ്ഞ കൂടെ ആരെങ്കിലും ഉണ്ടോ? അത് വേറെ ആരുമല്ല, ലതയുടെ ഹസ്ബൻഡാ. രാവിലെ ഓഫീസിൽ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും എല്ലാം ലതയുടെ ഹസ്ബൻഡാ. ലതയെ ബസ്സിലോ ഓട്ടോയിലോ ഒന്നും യാത്ര ചെയ്യാൻ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് സമ്മതിക്കില്ല. എവിടെ പോണെങ്കിലും പുള്ളി തന്നെ കൊണ്ടുപോകും. ലതയ്ക്കോ അതാ ഇഷ്ടം. ആ, അതാണ് ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ വേണം. എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാൻ നിന്നെ തനി എവിടെയെങ്കിലും വിടാറുണ്ടോ? ഇല്ലല്ലോ. ഓഹോ, അപ്പൊ ഞാൻ തനിച്ചങ്ങ് പോയിട്ടില്ലല്ലേ? എങ്ങും പോയിട്ടില്ല എന്നല്ല, 1-2 തവണ. ഞാൻ ആ വയലിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത്, അല്ലാതെ തിരക്കുള്ളപ്പോ അങ്ങനെ ഒരു 4-5 തവണ, ഒരു 5-6 തവണ. ശരിയല്ലേ? മൊത്തം ഒരു 10 തവണ തനിച്ചു പോയി കാണും അല്ലേ? ഞാൻ പെട്ടിരിക്കുന്നത് കണ്ടപ്പോ ഇരുന്ന് ചിരിക്കല്ലേ? കൃഷ്ണമാമയുടെ പേടിച്ചരണ്ട മുഖം കാണണമെങ്കില് ദേവിയമ്മയുടെ മുമ്പിൽ നിൽക്കണം. അല്ലാതെ വടിവാളുമായിട്ട് 10 ഗുണ്ടകള് ചുറ്റും വന്നാലും കൃഷ്ണമാമ പേടിക്കില്ല. ഒരു നല്ല തമാശ പറഞ്ഞതല്ലേ ദേവിയമ്മ, ഒന്ന് ചിരിച്ചേക്ക്. ആ, ആ